എടാ രാവിലെ തൊട്ട് രണ്ടുപേരും ഇത് ഇത്രയും ആയല്ലോ പണി. ഒരു അലക്കല്ല് കെട്ടുന്നതിന് ഇത്രയും സമയമുണ്ടോ? അപ്പൊ സമയം എത്രയായി? 4:30 രണ്ടുപേർക്ക് വൈകിട്ട് ശമ്പളം തരണ്ടേ ഇല്ലയോ? ഇങ്ങനാണോ പണി ചെയ്യുന്നത്? ഇത് ഈരണ്ടായത് ഈരണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ രണ്ടുപേരും രാവിലെ തൊട്ട് നിൽക്കില്ലേ? രാവിലെ നിൽക്കാന്ന് പറഞ്ഞാൽ അടുക്കള വർക്ക് ചെയ്ത പണി ചെയ്തായിരുന്നോ? അതിനൊക്കെ ചെയ്തിട്ടേക്ക് വന്നോ? പിന്നെ അതെല്ലാം തീർത്തിട്ടേക്കുവാ. ഇത് ഈരണ്ടായോ പിന്നെ? അത് കൊള്ളാം. എന്ത് പെട്ടെന്നാട്ടെ. അനീഷ ഇതിന്റെ പണി കഴിഞ്ഞോടാ? പിന്നെ ഫിനിഷിംഗ് വർക്കല്ലേ ഇത്? തുണി തേക്കാനല്ല, തുണി അലക്കാനുള്ള കല്ല. അപ്പൊ ഇതിന്റെ ഈ സെന്റർ ഭാഗത്തൊരു പാറക്കല്ല് വരത്തില്ലേ? ഇതിന്റെ സെന്റർ ഭാഗത്താ ഉണ്ടല്ലോ, പാറ ഉണ്ടല്ലോ, താഴെ കിടക്കുന്നു. ഈ പാറ ഇങ്ങോട്ടങ്ങ് വെച്ചാ പോരായോ മേശിരി? ഇങ്ങനെ വെച്ചാ പോരായോ? ആ പ്രശ്നം അങ്ങ് തീർന്നു. എന്താ പറയാനാന്ന്? എന്നെ പോലുള്ളവനെ ആണല്ലോടാ ഞാൻ പണിക്ക് നിർത്തിയത്. എന്റെ പൊന്ന് സക്കീറെ, വീട്ടിൽ ഒരു പണിക്ക് ഒരാളിനെ കൊണ്ട് നിർത്തിയായിരുന്നോ? നിർത്തിയായിരുന്നു. നിർത്തി. എത്ര മണിക്കാ പണി തീരുന്നത്? 5 മണിയാകുമ്പോഴത്തേക്ക് പണി തീരും. 2 പീസ് ടൈലല്ലേ ഇന്ന് അവിടെ വെക്കാനുള്ളൂ? എപ്പോഴേ വെച്ച് കഴിഞ്ഞു കാണുമല്ലോ. അവൻ രാവിലെ മുതൽ ഒരു പീസ് വെച്ചിട്ട് ഒരു പീസുമായിട്ട് അവിടെ നിൽക്കുക. നിനക്ക് ഇതുപോലുള്ള പണിക്കാരെ എവിടെ നിന്ന്? വിദേശ രാജ്യത്ത് നല്ലൊരു കമ്പനി ടൈലൊട്ടിക്കാനൊക്കെ ആയിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിന്നൊരുത്തനാ. ആണോ? അവൻ ഇനി ഈ ലോകം അവസാനിച്ചാലും ആ ടൈല് വെക്കത്തില്ല. ഈ സൈസ് പണിക്കാരെയാണോ നീ വീട്ടിലോട്ട് വിടുന്നത്? നിനക്ക് പൈസ തരുന്നുണ്ടല്ലോ. എപ്പോഴാ നീ ഒന്ന് ആരാ? നീ വാ, അന്ന് നമുക്ക് കാണാം. നിന്റെ പണിക്കാരന്റെ പണി പാത്തി ഇന്നൊന്ന് കാണാം. കാരണം അവനെ ഈ പണി മെനക്കെടുത്തില്ല. അതുകൊണ്ടാ പാത്തു കുഞ്ഞു അവനെ ശല്യം ചെയ്യാൻ പണി ചെയ്യുന്നത്. അറിയാൻ വയ്യാത്ത പണിക്ക് ഇറങ്ങി തിരിച്ചതാ. ഇനി ഇതെങ്ങനെ ഈ തൂണിൻ്റെ ഇടയ്ക്ക് ഏറ്റി വെക്കും? ഓ, എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ, നാശം പിടിക്കാൻ. ഇവനെ പോലുള്ള പണിക്കാർ ഇനിയുണ്ടോ നിന്റെ? ഇവൻ എന്ന് വെച്ച് തീർക്കുയിട്ടായിട്ട് ഇവിടെ ഇതുപോലാന്ന് എല്ലാ വീട്ടിലും പണി ചെയ്യുന്നത്. ഏതു നേരത്താടാ നിനക്ക് പണി തരാൻ തോന്നിയ? നീ ആരെയും കൊണ്ടുവന്ന് അതൊന്ന് വെച്ചതാ, അല്ല അതിനെയും വിളിച്ചോണ്ട് പോ നീ.